മറ്റു നാടുകളിൽ പോയി ലൈസൻസ് എടുക്കുന്നതിന് എന്തിന് നാം വിമർശിക്കണം? ഒരു അനുഭവ കഥ. ഞാൻ മാർച്ച് മാസത്തിൽ ലേണിംഗ് ടെസ്റ്റ് പാസ്സാവുന്നു. എനിക്ക് മെയ് 15 ലൈസൻസ് ടെസ്റ്റിന് വേണ്ടി ഡേറ്റ് ലഭിക്കുന്നു. ആ ഡേറ്റ് സമയമാകുന്നത് വരെ കാത്തിരിക്കുന്നു. ഒരു പ്രവാസി ആയതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിന് പോവേണ്ട ഞാൻ മെയ് മാസത്തേക്ക് ഡേറ്റ് കിട്ടിയത് കൊണ്ട് മെയ് മാസം 15 ഡേറ്റായിരുന്നു. ആ മെയ് മാസം 15 ശേഷം പോവാം എന്ന് കരുതി എൻ്റെ ടിക്കറ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കാത്തിരിപ്പ് തുടരുന്നതിനിടയിൽ ഏപ്രിൽ 30 ആയപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നു. COVID-19 കാരണം നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് ക്യാൻസലായിട്ടുണ്ട്. പുതിയ ഡേറ്റിന് വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുമായോ RTO ഓഫീസുമായോ ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മെസ്സേജ് ലഭിച്ചതിന് ശേഷം ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോയി. അപ്പോൾ അവർ സമരത്തിലായി. ഏകദേശം സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിലെ അവർ സമരങ്ങളൊക്കെ ഒത്തുതീർപ്പായി. അവസാനം ഡേറ്റിന് വേണ്ടി വീണ്ടും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല, സൈറ്റുകളെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളേതായാലും പോകാനായതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റും കൊണ്ട് RTO ഓഫീസിൽ ജോയിൻറ്റ് RTOയുമായി സംസാരിച്ചാൽ നിങ്ങൾക്കവർ ഡേറ്റ് തരും എന്ന് പറഞ്ഞു. അതുപ്രകാരം ഞാൻ ജോയിൻറ്റ് RTOയുടെ അടുത്തേക്ക് പോകുന്നു. ജോയിൻറ്റ് RTO ആദ്യമൊക്കെ ഒന്ന് കൽപ്പിച്ചെങ്കിലും പറഞ്ഞു അത് MPI ആണ് തരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഭാഗ്യവശാൽ MPI തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനല്ല, അത് ജോയിൻറ്റ് RTO ആണ് തരേണ്ടതെന്ന് പറഞ്ഞു. വീണ്ടും ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ ഒരു പരാതിയുമായി വരൂ, ഒരു വൈറ്റ് പേപ്പറിൽ ഒരു പരാതിയുമായി നിങ്ങൾ എഴുതി കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ അത് മറ്റാരൊക്കെ കൊണ്ടും ഞാൻ എഴുതിക്കുകയായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ തട്ടും എന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരു പരാതി എഴുതുകയും അങ്ങനെ ജോയിൻറ്റ് RTO കൈമാറുകയും ചെയ്തു. ഈ പരാതി എഴുതി കൊടുത്ത ആ ഒരു അപേക്ഷയുമായി അദ്ദേഹം ഇരുന്നു കൊണ്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കളിക്കുകയായിരുന്നോ എന്നെ പറ്റിക്കുകയായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. കുറച്ചിങ്ങനെ നോക്കിയിരുന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടുന്ന് ടെസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ 29-ാം തീയതി പോവുകയാണ്. മെയ് 20-ാം തീയതിയാണ്. 15-ാം തീയതി കിട്ടിയതായിരുന്നു. എൻ്റേതല്ലാത്ത കാരണത്താൽ അത് മുടങ്ങിപ്പോയി. ഞാനല്ല ഉത്തരവാദി. അങ്ങനെ എനിക്കിപ്പോൾ 29-ാം തീയതിക്കുള്ളിൽ ഡേറ്റ് വേണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നില്ല, ഡേറ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഇവിടെ വരാൻ പറഞ്ഞു. ഇവിടെ വന്നാലേ കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നിങ്ങളും ഇത് ഡേറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി എവിടെ പോകും എന്ന് ചോദിച്ചപ്പോൾ തിരൂരങ്ങാടി RDO ജോയിൻറ്റ് RDO എന്നോട് പറഞ്ഞത് അത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതിപ്പോൾ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അവരും കൈമലർത്താണ്. ഈ ഗതികെട്ട ഈ അവസ്ഥയിൽ ഇനി ആരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്? അങ്ങനെ ഒരു പരാതി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു പരാതി അയക്കാൻ പറ്റിയ ഒരു വാട്സപ്പ് നമ്പർ കിട്ടിയപ്പോൾ അതിലേക്ക് ഞാൻ പരാതി എഴുതി വിട്ടു. ഏകദേശം ഞാൻ ഈ വോയിസ് വിടുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് ഞാൻ ആ പരാതി എഴുതി വിട്ടിട്ട് ഇതുവരെ അത് റീപ്ലൈ കിട്ടാൻ പോയിട്ട് അത് റീഡ് ചെയ്തിട്ട് പോലുമില്ല. എന്ത് ചെയ്യാൻ? ഈ ഗതികെട്ട അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തു പോയി ലൈസൻസ് എടുക്കുന്നവരെ നിങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത്? അവർക്ക് വേണ്ടേ ലൈസൻസ് വേണ്ടേ? നിയമം പാലിച്ചുകൊണ്ട് ഇവിടെ റോട്ടിൽ വണ്ടികൾ ഓടിക്കണമെന്ന ആഗ്രഹത്താലാണ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ പോകുന്നത്. പക്ഷേ ലൈസൻസിനുള്ള ഡേറ്റ് തരുന്നില്ല. ഈ നാട്ടിൽ സ്ഥിരമായി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ജോലി ആവശ്യാർത്ഥം ലൈസൻസിൻ്റെ ആവശ്യമുണ്ടായിരിക്കും. അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന എന്നെ പോലുള്ളവർക്ക് വിദേശത്ത് പോകുന്നതിന് വേണ്ടി എത്ര മാസമാണ് കാത്തിരുന്നത്. ഫെബ്രുവരിയിൽ അപേക്ഷ നൽകി മാർച്ച് മാസത്തിൽ ലേണേഴ്സ് ടെസ്റ്റ് നടന്നു, പാസ്സായി. ഇപ്പോൾ മെയ് മാസമായിരിക്കും, ഇതുവരെ ലൈസൻസിനുള്ള ഒരു തീരുമാനവുമായില്ല. എന്താണ് നമ്മുടെ കേരളത്തിലെ ഈ നിയമത്തോട് പുച്ഛം തോന്നുന്ന ഒരു സമയമാണിപ്പോൾ. നമ്മളെ ഈ ഇത്തരം പ്രവാസികളെയും അതുപോലെ മറ്റു വിദേശത്ത് പോകേണ്ടവരെയൊക്കെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുന്നതിൻ്റെ ആവശ്യം എന്താണ്? നിയമങ്ങളൊക്കെ കൊണ്ടുവരാം. മിനിസ്റ്ററായിട്ടുള്ള ഗണേഷ് കുമാർ അവർ അറിയുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പറയുന്നത്. നിയമങ്ങളൊക്കെ വേണ്ടത് തന്നെയാണ്, നല്ലതാണ്. വിദേശത്തൊക്കെ പോകുന്ന ഞങ്ങൾ അവിടുത്തെ നിയമങ്ങളൊക്കെ കാണുമ്പോൾ ഇതുപോലത്തെ നിയമം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് ഓരോ നിയമം വരുന്നുണ്ടെങ്കിലും അതിനുള്ള ഓരോ സജ്ജീകരണങ്ങളും മുൻകൂട്ടി തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് അവിടെ നിയമങ്ങൾ വരുന്നത്. അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാറില്ല.
അവിടുത്തെ ജനങ്ങളെ എന്നുള്ളത് മാത്രമല്ല, അവിടെ ജോലി തേടി പോകുന്ന നമുക്ക് പോലും നിയമപരമായി പോകുകയാണെങ്കിൽ അടിപൊളിയായി ജീവിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിയമപരമായിട്ടും പോകാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമുക്ക് വേണ്ട രീതിയിൽ ആ സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്.